ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചു ജയിൽ മോചിതനായ സന്തോഷത്തിൽ ചിന്നു ചന്ദ്രകാന്തം വീട്ടിൽ പായസം ഉണ്ടാക്കുകയാണ്. ആര്യ ഈ പായസം ചന്ദ്രയ്ക്കും വിജയശങ്കറിനും കൊടുക്കുന്നു. എന്നാൽ ചിന്നുവാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അറിയുന്നതോടെ ചന്ദ്രയുടെ ഭാവം മാറുകയാണ്. വിജയശങ്കർ കേസ് തൊട്ടത് ആഘോഷിക്കാനാണ് ചിന്നു പായസം വെച്ചതെന്ന് ചന്ദ്ര കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ അച്ഛൻ തോറ്റതിനല്ല, പകരം കുഞ്ഞമ്മാവൻ പുറത്തിറങ്ങിയതിനാണ് താൻ മധുരം വിളമ്പിയതെന്ന് ചിന്നു വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ദേഷ്യപ്പെടുന്ന ചന്ദ്ര ചിന്നു കാണാതെ ആ പായസം ദേഷ്യത്തോടെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട വിജയശങ്കർ ആകട്ടെ ചിന്നുവിനെ അവിടെ നിന്ന് മാറ്റി നിർത്താനായി ഫോൺ നന്നാക്കാൻ എന്ന വ്യാജേന കൂടെ കൂട്ടുന്നു. തുടർന്ന് ചന്ദ്രയുടെ ഈ മോശം പെരുമാറ്റത്തെ ആര്യ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ തന്റെ മകളായ ആര്യ കൂടെ തനിക്കെതിരെ സംസാരിച്ചതോടെ ദേഷ്യം സഹിക്കാനാവാതെ ആര്യ തല്ലാൻ ഒരുങ്ങുകയാണ് കേട്ടോ ചന്ദ്ര. ആര്യയെ അങ്ങനെ ചന്ദ്ര തല്ലാൻ ഒരുങ്ങിയതോടെ ആര്യയാണെങ്കിൽ അച്ഛാന്ന് ഉറക്കെ വിളിച്ചു പോവുകയാണ്. വിജയശങ്കർ ഓടി വന്നപ്പോൾ ഇവിടെ ഒരു ഓന്ത് വന്നതാണെന്ന് പറഞ്ഞ് ആര്യ ചന്ദ്രയെ കളിയാക്കി മാറ്റുന്നു. അതിനുശേഷം കാണിക്കുന്നത് അച്ചുവും രുക്കുവും തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളാണ്. സസ്പെൻഷൻ മാറുന്നത് വരെ വീട്ടിൽ തന്നെ വിശ്രമിക്കാനും തന്റെ അടുത്ത് നിന്ന് മാറരുതെന്നും രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇരുവരും പ്രണയ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മുകുന്ദൻ അങ്ങോട്ട് മുറിയിലേക്ക് കടന്നു വരുന്നത്. അച്ചുവിനോട് ജാഗ്രതയോടെ ഇരിക്കാൻ മുകുന്ദൻ ഉപദേശിക്കുന്നുണ്ടെങ്കിലും ഈ അസമയത്തുള്ള വരവ് രുക്കുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അച്ചു ജയിലിൽ കിടന്നപ്പോൾ ഒരു വട്ടമെങ്കിലും വന്ന് കാണാത്ത മുകുന്ദൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നത് മര്യാദകേടാണെന്ന് തന്നെ രുക്കു മുകുന്ദന്റെ മുഖത്ത് നോക്കി തന്നെ പരിഹസിക്കുന്നുണ്ട്. അത് കേട്ട് മുകുന്ദൻ അവിടെ നിന്ന് ക്ഷമ ചോദിച്ചു പോയെങ്കിലും മുകുന്ദേട്ടനെ അപമാനിച്ചതിന് രുക്കുവിനോട് അച്ചു കടുത്ത ദേഷ്യത്തിലാവുന്നു. ദേഷ്യം കാരണം താൻ തറയിൽ കിടക്കുമെന്ന് അച്ചു ശാഠ്യം പിടിക്കുന്നതോടെ കഥയിൽ വീണ്ടും ഒരു പിണക്കത്തിന് വഴിയൊരുക്കുകയാണ്. അങ്ങനെ പിന്നെ രുക്കു കട്ടിലും അച്ചു തറയിലുമായിട്ട് അന്ന് രാത്രി കിടക്കുകയാണ്. അതേസമയം രുക്കുവിന്റെ പരിഹാസം കേട്ട് ആകെ വിഷമിക്കുന്ന മുകുന്ദൻ ഹോളിലൂടെ നടക്കുമ്പോഴാണ് രമ്യ അങ്ങോട്ട് വരുന്നത്. ഈ അസമയത്ത് അവരുടെ മുറിയിൽ പോകേണ്ടിയിരുന്നില്ലെന്ന് രമ്യ മുകുന്ദനോട് പറയുന്നുണ്ട്. മുൻപ് ഇവരുടെ ആദ്യ രാത്രിയിൽ അർച്ചന ചേച്ചി മുറിയിൽ ചെന്നപ്പോഴും രുക്കു ഇങ്ങനെ തന്നെയാണ് പെരുമാറിയതെന്നും തനിക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നും രമ്യ സങ്കടത്തോടെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ അർച്ചന ചേച്ചിയെ രമ്യ കുറ്റപ്പെടുത്തിയെങ്കിലും മുകുന്ദൻ അർച്ചന ചേച്ചിയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ട് ദേഷ്യം വന്ന രമ്യ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ അച്ചുവിന്റെ ഈ പിണക്കമെല്ലാം മാറ്റി രുക്കു അച്ചുവിന്റെ അരികിൽ തറയിൽ വന്ന് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അച്ചു മടി കാണിക്കുന്നുണ്ടെങ്കിലും രുക്കു അച്ചുവിനെ വിടാതെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഒടുവിൽ രുക്കുവിന്റെ സ്നേഹത്തിന് മുന്നിൽ അച്ചുവിന്റെ പിണക്കം എല്ലാം മാറി മുഖത്തൊരു പുഞ്ചിരി വിരിയുകയാണ് കേട്ടോ. അതിനുശേഷം മുകുന്ദൻ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രമ്യ വന്ന് ഡോക്ടറെ കാണാൻ പോകേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ മുകുന്ദന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗത രമ്യയെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഒരു കുഞ്ഞെന്ന തന്റെ സ്വപ്നത്തിന് മുകുന്ദൻ വില കൽപ്പിക്കുന്നില്ലെന്ന് രമ്യ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ വർഷങ്ങളായി ഒരുപാട് പണവും സമയവും കളഞ്ഞ് പല ഡോക്ടർമാരെ കാണിച്ചിട്ടും ഫലമില്ലാത്തതിനാലാണ് താൻ മടുത്തതെന്ന് മുകുന്ദൻ പറയുന്നു. അങ്ങനെ പിന്നെ പണത്തിന്റെ കാര്യം പറഞ്ഞ് തർക്കമായതോടെ തന്റെ അമ്മ തന്ന വളകൾ പണയം വെച്ചാണെങ്കിലും താൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് രമ്യ വാശി പിടിക്കുകയാണ്. രമ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് ചന്ദ്രൻ നഖം മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്നു തുണികൾ അലക്കാനായി വാഷിംഗ് മെഷീന്റെ അടുത്തേക്ക് വരുന്നു. ആര്യയുടെ തുണികൾ വാങ്ങാനായി ചിന്നു അകത്തേക്ക് പോയ സമയം നോക്കി ചന്ദ്ര അവിടെ ഒരു വില്ലത്തരം ഒപ്പിക്കുന്നുണ്ട്. ചിന്നുവിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത വാഷിംഗ് മെഷീൻ കേടാക്കാനായി ചന്ദ്ര അതിൽ എന്തോ തകരാറ് വരുത്തി വെക്കുന്നു. ശേഷം ചിന്നു തുണികളുമായിട്ട് എത്തുമ്പോൾ വാഷിംഗ് മെഷീൻ ഓൺ ആവുന്നില്ല. ചന്ദ്ര ഇതൊന്നും അറിയാത്തതുപോലെ വന്ന് ചിന്നുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ് കേട്ടോ. ഇന്നലെ വരെ നന്നായിരുന്ന മെഷീൻ ചിന്നു കേടാക്കിയതാണെന്ന് പറഞ്ഞ് തന്റെ തുണികൾ കൂടെ ചിന്നുവിനെ കൊണ്ട് കൈകൊണ്ട് അലക്കിക്കാൻ ചന്ദ്ര നിർബന്ധിക്കുന്നു. ചിന്നു ആണെങ്കിൽ അത് സമ്മതിച്ച് തുണികളുമായി പോകുന്നതോടെ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. പിന്നീട് താൻ ചിന്നുവിന് കൊടുത്ത പണി ലൈവായി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ ക്യാമറയുമായിട്ട് മഞ്ജുവിനെ വിളിക്കുന്നു. പക്ഷേ പുറത്തേക്ക് ചെന്ന ചന്ദ്ര കാണുന്നത് ചിന്നുവിന് പകരം തന്റെ മകൾ ആര്യ തുണി അലക്കുന്നതാണ്. ഇത് കണ്ട് ഞെട്ടുന്ന ചന്ദ്രയാകട്ടെ ചിന്നുവിനോട് തട്ടിക്കയറാൻ നോക്കുന്നുണ്ടെങ്കിലും ആര്യ അതിൽ ഇടപെടുകയാണ്. വാഷിംഗ് മെഷീൻ തനിയെ കേടായതല്ലെന്നും അമ്മ തന്നെയാണ് അത് കേടാക്കിയതെന്ന് തനിക്ക് അറിയാമെന്നും ആര്യ ചന്ദ്രയോട് രഹസ്യമായിട്ട് പറയുന്നു. ഈ വിവരം അച്ഛനെ എങ്ങാനും അറിയിച്ചാലുള്ള പുകലിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചന്ദ്രയെ ഭീഷണിപ്പെടുത്തി ആര്യ തുണി അലക്കാൻ കൂട്ടുകയാണ്. ഒടുവിൽ സ്വന്തം കെണിയിൽ താൻ തന്നെ വീണ് മകളുടെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചു വിറച്ച് ചന്ദ്ര തുണി അലക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.